എന്റെ പേര് ചാർലി ജോസഫ്. ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിനകത്ത് കയറിയത്. ആദ്യം തന്നെ എന്നെ ഈ ബിസിനസ്സിനകത്ത് കൊണ്ടുവന്നത് എന്റെ ഒരു കൂട്ടുകാരിയായിരുന്നു. കൂട്ടുകാരിയുടെ പേര് ഷീജ എന്നാണ്. അവരെനിക്ക് ആദ്യം ഈ മോണോ+3 ആണ് പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അടുത്ത് ഈ ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അക്ക ഇത് മേടിച്ച് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് യൂട്യൂബിലൊക്കെയാണ് ചർച്ച ചെയ്ത് ആദ്യം നോക്കിയതും. നമ്മളിപ്പോ ആര് പെട്ടെന്ന് പറഞ്ഞാലും നമ്മൾ അത് ഉൾക്കൊണ്ട് പോകത്തില്ലല്ലോ, നമ്മൾ അതിനെ കുറിച്ച് കുറെ ഇതാകുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ആദ്യം ഇമ്യൂണോ+3 ആണ് ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിനകത്ത് വരികയും ജോയിൻ ചെയ്യുകയും അത് കഴിഞ്ഞ് അഞ്ജന മാഡം എന്നോട് സംസാരിക്കുകയും പിന്നെ അനിൽ തൈപ്പറമ്പിൽ സാറും നമ്മളോട് സംസാരിച്ച് ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുകയും ചെയ്തു. അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ വീട്ടിൽ എന്റെ പിള്ളേരെല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. മമ്മി എന്നെ ഡോക്ടറാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പോലും പിന്നെ അതിനകത്ത് ഈ ഷാമ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് മകള് മിനിമേട്ട ഇതിനകത്ത് ജോയിൻ ചെയ്ത്. അവൾ എന്നോട് ഫൈറ്റുമായിരുന്നു. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയാണ് മിനിമേഡം ഇതിനകത്ത് ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തത്. ഇപ്പൊ പിള്ളേരെല്ലാം, അതായത് ഇപ്പൊ 2 പിള്ളേരും എന്നെ കളിയാക്കി എന്റെ 2 പിള്ളേരും ഇപ്പൊ ഈ പ്രോഡക്റ്റ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഇളവനൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ ID ഇട്ട് പ്രോഡക്റ്റ് എടുത്ത് ഉപയോഗിക്കുന്ന ആളായിട്ട് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, എന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ എത്ര പറഞ്ഞാലും എന്റെ ഒരാളുടെ റിസൾട്ട് മാത്രം എത്ര പറഞ്ഞാലും തീരത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ക്യാൻസർ വന്നതാ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് 2023 ജൂലൈ 30 എനിക്ക്, അതായത് അങ്ങോട്ട് കണ്ടുപിടിക്കപ്പെട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് പ്രായം അന്നേരം എനിക്ക് 54 വയസ്സായിരുന്നു. അപ്പം 54 വയസ്സായിട്ട് എന്റെ പീരീഡ് നിൽക്കാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ സാധാരണ പീരീഡ് നിൽക്കാതെ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രായമായി കഴിഞ്ഞ് ഒരു 15 വയസ്സിലെ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ അന്നേരം തൊട്ട് എനിക്ക് പീരീഡ് ഒരു വ്യത്യാസം ഉണ്ടായില്ല. അപ്പൊ ആ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാത്ത കൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് വലിയ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ കൃത്യമായിട്ട് എല്ലാ മാസവും എനിക്ക് മാസമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കിത് എന്നാന്നുള്ളതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ 54 വയസ്സ്. അപ്പൊ ഇത് നിൽക്കാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്താണ് ഇങ്ങനെ നിൽക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. പലരും പറയും ഇത് നിൽക്കാനാ, നിങ്ങൾ പേടിക്കണ്ട, അങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ നമ്മൾ അത് കേട്ട് അങ്ങ് ഇരുന്നു. അത് കേട്ട് ഇരുന്നിട്ട് ഒരു ദിവസം വീട്ടിൽ ബെഡ്ഷീറ്റ് എല്ലാം ഇങ്ങനെ ഒത്തിരി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായപ്പോ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതുപോലെ എനിക്കുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഹസ്ബൻഡ് പറഞ്ഞു വാ നമുക്ക് ആശുപത്രി പോയിട്ട് വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെയും കൊണ്ട് തേനി മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അവിടെ പോയപ്പോഴാണ് അവരാണ് ഇത് കണ്ടുപിടിച്ചിട്ട് പറയുന്നത് ഇതുപോലെ ന്യൂട്രസിനകത്ത് ഇങ്ങനെ ഒരു മുഴയുണ്ട്, അത് ക്യാൻസർ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു സംശയമുണ്ട്, അതുകൊണ്ട് ബയോസിക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ബയോസിക്ക് എടുക്കുകയും അയക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം തന്നെ MRI ചെയ്യാനായിട്ടും പറഞ്ഞു. അങ്ങനെ MRI ചെയ്തപ്പോ അത് ഇതാന്നുള്ളത് കണ്ടുപിടിക്കുകയും പറ്റും. അത് കഴിഞ്ഞ് ബയോസിക്ക് വന്നപ്പോ റിസൾട്ട് ക്യാൻസർ ആണ് തന്നെ വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവര് മധുരയിൽ പോയാണ് എന്നെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ മധുരയിൽ പോകാൻ തയ്യാറല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ എടുത്താൽ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസും അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ചെലവൊക്കെ എങ്ങനെയാന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ നമ്മള് തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ ആദ്യം പോയത്. ഇവിടെ മധുരയിൽ പോകാൻ പറഞ്ഞ് പോയില്ല. എന്നിട്ട് നമ്മള് തിരുവനന്തപുരത്ത് പോകാനായിട്ടാണ് തീരുമാനിച്ചത്. പക്ഷെ അവര് തേനിയിലിരുന്നവർ എന്നെ പല പ്രാവശ്യം വിളിച്ചു, നിങ്ങൾ ട്രീറ്റ്മെന്റിന് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്റെ കെട്ടിയൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾ മധുരയിൽ പോകുന്നില്ല, ഞങ്ങൾ തിരുവനന്തപുരത്താണ് പോകുന്നതെന്ന് പറഞ്ഞു, അവിടെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അന്നേരം തന്നെ അവര് പറഞ്ഞു അന്ന് അതായിരിക്കും ബെസ്റ്റ്, നല്ല ആശുപത്രിയാണ്, നിങ്ങൾ നമ്മള് അങ്ങോട്ട് പോകാൻ അനിൽ സാറാണ് എനിക്ക് അവിടുത്തെ ഒരു ഡോക്ടറെ നമുക്ക് പരിചയപ്പെടുത്തി തരികയും അങ്ങനെ നമ്മൾ അവിടെ പോയി ഡോക്ടറെ കാണുക. ആ ഡോക്ടറെ കാണിക്കുകയും ഓരോ ഇതിലും ഓരോ ഡോക്ടറാണല്ലോ. അങ്ങനെ ഡോക്ടറെ
ആദ്യം പോയപ്പം ഡോക്ടർ എന്നോട് എന്നാ കാര്യങ്ങളെല്ലാം ചോദിച്ച് അവര് ഒരു ഇതുപോലെ എഴുതും. അങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് അപ്പൊ പുള്ളിക്ക് തന്നെ ഒരു ഡൗട്ട്, ഇത് അതാണോ എന്നുള്ള ഒരു ഡൗട്ട് പുള്ളിക്ക് വന്ന ഉടനെ ഡോക്ടർ പറഞ്ഞു അതിന്റെ സ്ലൈഡ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. മറ്റേ തേനി പോയി. അവിടെ പോയ ഉടനെ അവരെന്നാ ചെയ്തെന്ന് വെച്ചാൽ ഈ സൈഡ് റിസൾട്ട് തന്ന ഉടനെ നമ്മൾ അവിടെ ട്രീറ്റ്മെന്റിന് പോകാത്ത കൊണ്ട് അത് അവർ കളഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത് ഇത് ഒന്നും കൂടെ എടുക്കണമെന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പം എന്നെ രണ്ടാമത്തെ ചെക്കപ്പിന് പോയപ്പോ കസാരയിൽ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് രണ്ട് ഷോൾഡറും പിടിച്ച് ഇങ്ങനെ ഒറ്റ നെക്കി നോക്കിയപ്പോ ഈ കഴുത്തിന്റെ സൈഡിൽ ഒരു ചെറിയ മുഴ പോലെ ഇങ്ങനെ പൊങ്ങി വരും. എന്ന് വെച്ചാൽ ഈ ന്യൂട്രസിൽ ഉണ്ടാകുന്ന ക്യാൻസറിന്റെ സിംറ്റംസ് ഈ കഴുത്തിന്റെ അവിടെ ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കണ്ട് പിന്നെ അവിടെ നിന്ന് ചെറുതായിട്ട് ഒന്ന് കുത്തിയെടുത്ത് നോക്കിയപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് മതി, നമുക്ക് റിസൾട്ട് വേറെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇടുക്കി ഇരുന്ന് അത്ര ദൂരെ ഇരുന്ന് വരുന്നതല്ലേ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഡോക്ടറും പറഞ്ഞത് റേഡിയേഷൻ മതിയെന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ കഴുത്തിന്റെ ഇവിടെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇല്ല, നമുക്ക് ഒരു സെറ്റ് കീമോ കൊടുക്കാന്ന് പറഞ്ഞു. ഒരു സെറ്റ് എന്ന് പറയുന്നത് നാല് കീമോയാണ് ഒരു സെറ്റ്, ഒരു ഡോസ് 4 കീമോ. അപ്പൊ അങ്ങനെ എനിക്ക് കീമോ എടുക്കുകയും ചെയ്തു. അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ എനിക്ക് കീമോ അവിടെ വെച്ച് തരികയും ചെയ്തു. അന്ന് കീമോ എടുത്ത് വീട്ടിൽ വന്ന്. പക്ഷെ ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിച്ച അന്ന് ജൂലൈ 30-നാണ് കണ്ടുപിടിച്ച അന്ന് പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞാൻ നമ്മുടെ പ്രോഡക്റ്റ് ആണ് എല്ലാം എടുക്കാൻ തുടങ്ങി. അനിൽ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് 95 തുടങ്ങിക്കോളാൻ പറഞ്ഞ്. അങ്ങനെ തന്നെ 95 എടുക്കുകയും സിരം 95 അന്ന് തൊട്ട് കുടിക്കാൻ തുടങ്ങി. 95 വുമൻ കമ്പനിയൻ, ബ്ലഡ് പ്യൂരിഫയർ, ഇങ്ങനെ കുറെ നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഞാൻ എല്ലാം എടുത്തത്. അങ്ങനെ ഇതെല്ലാം എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ട്രീറ്റ്മെന്റും കൂടെ തരുന്നത്. അങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്ത് ആദ്യത്തെ കീമോയ്ക്ക് കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ബോധം കെട്ട് വീഴുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 95 എടുത്തോണ്ട് പിന്നെ ക്ഷീണമെല്ലാം അങ്ങനെ മാറി വന്നു. അങ്ങനെ ആദ്യത്തെ കീമോ കഴിഞ്ഞു, രണ്ടാമത്തെ കീമോ കഴിഞ്ഞു, മൂന്നാമത്തെ കീമോക്ക് ചെന്നപ്പം കീമോ എടുത്തു ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഡോക്ടർ വന്ന് അതെല്ലാം മാറ്റി വെച്ചിട്ട് മരുന്നെല്ലാം മാറ്റി വെച്ച് പിന്നെ തലയെല്ലാം കറങ്ങി വന്നപ്പോ അതിന് പറഞ്ഞോളൂ മേഡം. നെറ്റ് ഇഷ്യൂ ആണോ? കീമോയുടെ മരുന്നെല്ലാം തന്ന് റെഡിയാക്കി വിട്ടത്. പിന്നെ 4ാമത്തെ കീമോക്ക് ചെക്കപ്പിന് പോയപ്പോ ഡോക്ടർ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പോലെ. അപ്പൊ മെയിൻ ഡോക്ടർ നമ്മളെ ഒന്നേ കാണത്തുള്ളൂ. പിന്നെ ഈ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഇടയ്ക്കെല്ലാം അവരുടെ അസിസ്റ്റന്റ് ഡോക്ടർമാരായിരിക്കും നമ്മളെ നോക്കുന്നത്. അപ്പം ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഉടനെ പറഞ്ഞു വേണ്ട, എന്നാ കീമോ നിർത്തിയേക്ക്, റേഡിയേഷനിലേക്ക് കടക്കാന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം നവംബർ 27-ാം തീയതി ആയിരുന്നു എന്റെ മറ്റേ റേഡിയേഷൻ തുടങ്ങിയത്. അങ്ങനെ ആദ്യം 2.5 മാസം റേഡിയേഷൻ പറഞ്ഞതാണ്, വീണ്ടും 25 റേഡിയേഷൻ ആക്കി. അപ്പൊ അങ്ങനെ 25 റേഡിയേഷൻ എടുത്തു. ഈ റേഡിയേഷൻ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ക്യാൻസർ വന്ന പേഷ്യന്റിനൊക്കെ ഓരോ പ്രാവശ്യം ഓരോ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും അവരുടെ ക്ഷീണം എന്നതാണ് വന്നവർക്കും അത് കണ്ടവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എന്നാന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ ഒരു ക്ഷീണവും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നു വെച്ചാൽ ഞാൻ ഡെയിലി രാവിലെ വൈകിട്ട് 2 നേരം 95 എടുത്തോണ്ടിരുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഓരോ പ്രോഡക്റ്റ് മാറി അതിന്റെ കൂടെ തന്നെ യൂസ് ചെയ്യുക. കവിഞ്ഞ പ്രകാശം, ഇമ്യൂണോപ്ലസ് 3, റോബയോട്ടിക്, ഇങ്ങനെ കുറെ പ്രോഡക്റ്റും അതിന്റെ കൂടെ ഫയർലീന, പിന്നെ അങ്ങനെ കുറെ പ്രോഡക്ട്സ് ഞാൻ എടുത്തോണ്ട് തന്നെയാണ് നമ്മളെ 95 കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഇതുവരെ ആശുപത്രിയിൽ കീമോയും റേഡിയേഷനും അല്ലാതെ വേറെ എനിക്ക് ഒരു മരുന്ന് പോലും, ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറയുന്ന സാധനം ഇതുവരെ എനിക്ക് അവർ തന്നിട്ടില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം എന്റെ അടുത്ത് ചുമ്മായാണേലും അഞ്ജന മാഡം ചോദിച്ചു നിങ്ങൾ അടുത്ത പ്രാവശ്യം പോകുമ്പോ ഡോക്ടറോട് ചോദിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം നിങ്ങൾ ആശുപത്രി ഇരുന്ന് മരുന്ന് തരാത്തതെന്ന് ചോദിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് അസുഖം ഇല്ലാതെ അതുകൊണ്ടായിരിക്കും അവര് തരാത്തതെന്ന് ഇങ്ങനെ ഞങ്ങള് പറയുമ്പോ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ അതുപോലെ ഇതുവരെ എനിക്ക് ഒരു മരുന്ന് അവർ തന്നിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. പിന്നെ എനിക്ക് ആ കീമോ എടുക്കുന്ന സമയത്തും ഈ റേഡിയേഷൻ സമയത്തും നമുക്ക് വോമിറ്റിംഗ് വരാതിരിക്കാനും പനി വരാതിരിക്കാനും മാത്രം അവര് തന്നിട്ടുണ്ട്. അതും ഞാൻ എടുത്തിട്ടില്ല.
അത് നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവർ തന്നത് ഗുളിക നമ്മൾ എടുത്തിട്ടില്ല. ഞാൻ എടുത്തത് വെറുതെ കളയുമായിരുന്നു. അങ്ങനെയായിരുന്നു എന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഒരു ദിവസം പോലും, ഒരു ദിവസം എന്ന് വെച്ചാൽ ഒരു ദിവസം ഒറ്റയ്ക്ക് പോലും ഞാൻ നടന്നുപോയി, എല്ലാരും വണ്ടിയെ കൊണ്ടുപോയൊക്കെ ചിലപ്പോ റേഡിയേഷൻ എടുക്കും. ഞങ്ങള് 3/4 ദിവസം നടന്ന, വെയിൽ മാത്രം ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ, അവിടെ തിരുവനന്തപുരത്ത് താമസിച്ച് തന്നെയാണ് ഞാൻ റേഡിയേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. വെയിൽ ഇച്ചിരി കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് ഓട്ടോയിൽ പോകും, അല്ലെങ്കിൽ നടന്ന് തന്നെ പോകുമായിരുന്നു. അവിടെ ഉള്ള പലരും എന്നോട് ചോദിക്കും, ഈ ചേച്ചി മാത്രം എന്നെ ഇങ്ങനെ നടക്കുന്നത്, അവിടെ റൂമിലൊക്കെ ഇരിക്കുന്നവർ ചോദിക്കും, ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ചേച്ചിയെ കണ്ട അങ്ങനെ ഒന്നും പറയുന്നില്ലല്ലോ, ചേച്ചിക്ക് മാത്രം എന്നെ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ. അപ്പൊ ഞാൻ അവരോട് എല്ലാ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമായിരുന്നു. ഇന്നതാണ് ഞാൻ എടുക്കുന്നത്, ഇന്നതാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് എല്ലാം. ആ ഇടയ്ക്ക് എന്റെ കൂടെ അവിടെ ഇരുന്ന കുറെ പേരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട്. നമുക്കില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെയും എനിക്ക് അറിയപ്പെടുന്ന കുറെ പേരുണ്ടായിരുന്നു. അവരെല്ലാം ആദ്യത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നല്ല ആരോഗ്യവതിയായിട്ടൊക്കെയാണ് അവരൊക്കെ കാണപ്പെട്ടെന്ന് പറഞ്ഞാൽ, രണ്ടാമത് പെട്ടെന്ന് വന്നിട്ട് അവരെല്ലാം മരണപ്പെടുമായിരുന്നു. പക്ഷെ എന്നെ കാണുമ്പോൾ ഇപ്പോഴും പലരും ചോദിക്കും, ചാർലിക്ക് ക്ഷീണവും ഇല്ല, കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് ചാർലിയുടെ കൂടെ നടക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ആ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും 95, നേരത്തെ 95 2 നേരം എടുത്തോണ്ടിരുന്ന ഇപ്പൊ ഒരു നേരം എടുക്കുന്നു, ഒരു രാവിലെ മാത്രം അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും ക്ഷീണം തോന്നുവാണെങ്കിൽ മാത്രമേ പിന്നെ ഒരു നേരം കൂടെ അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ വന്ന് ആഴ്ച 2-3 ദിവസം 4 ദിവസം അങ്ങനെ ഇപ്പൊ എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോഴും അതിന്റെ അളവ് കുറച്ച് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇപ്പോഴും നമ്മുടെ എല്ലാ പ്രോഡക്റ്റും പുതിയതായിട്ട് വന്ന മുരിങ്ങ അതൊക്കെ വിടാതെ, മോണിക്ക അതൊക്കെ വിടാതെ ഇപ്പൊ ഞാൻ എടുക്കുന്നുണ്ട്. എന്നു വെച്ചാൽ അത് നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. എന്നുവെച്ചാൽ അതിനകത്ത് ചേർവകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, മഞ്ഞളും കുരുമുളകും മുരിങ്ങയുടെ ഇലയൊക്കെയാണ്. അതുകൊണ്ട് അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ്. അതും പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യന്റ്മാർക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുക്കുന്നത്. ഇപ്പോഴും ഫയർലീന എടുക്കുന്നുണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞു മലബന്ധം ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് റോബോട്ടിക് അത് സ്ഥിരം ഞാൻ അവിടെ വെച്ച് തന്നെ എടുത്തോണ്ടിരുന്നു, ആശുപത്രി വെച്ച് എടുത്തോണ്ടിരുന്നെന്ന് പറഞ്ഞാലും എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു മലബന്ധവും ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാ എന്നാണെങ്കിലും രാവിലെ ക്ലിയർ ആയിട്ട് ആ കാര്യമൊക്കെ കൃത്യമായിട്ട് എല്ലാം നടക്കും. അതുകൊണ്ട് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല, ക്ഷീണം ഉണ്ടായിട്ടില്ല. അത്യാവശ്യം ഞാൻ റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്ന് എന്നെ 6 മാസം ശരിക്ക് റെസ്റ്റ് എടുക്കണോട്ട് പറഞ്ഞാൽ പോലെ ഞാൻ 6 മാസം പോലും ശരിക്ക് അങ്ങനെ റെസ്റ്റ് എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന പണി, അതായത് എനിക്ക് എന്താണോ പണി ചെയ്യാൻ പറ്റുന്നത് അത് വെച്ച് എല്ലാ പണിയും ഞാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അങ്ങനെ ചെയ്തോണ്ടിരുന്ന് ഇപ്പോഴും നമ്മുടെ മരുന്നുകളാണ് എന്നെ ഇത്ര രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുത്തി എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും പലരും എന്നോട് ചോദിച്ച്, എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കെട്ടിയനും ഹസ്ബൻഡിന് മാത്രം എന്നാ നിങ്ങൾ ഇത് കൊടുക്കാത്തതെന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പുള്ളിക്ക് കൊടുത്തില്ലെന്നല്ല, പക്ഷെ കൊടുത്തെന്ന് പറഞ്ഞാൽ എന്റെ പുള്ളി നല്ലോണം മദ്യപിക്കുമായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ വെള്ളം അടിക്കുന്നത് കൊണ്ട് തന്നെ പുള്ളി ഒരു നേരം കഴിച്ച് മരുന്നേരം രാവിലെ ഗുളിക കൊടുത്ത് നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കും, വൈകിട്ട് ചിലപ്പം പുള്ളി വെള്ളമായിരിക്കും. അപ്പൊ അങ്ങനെ ഇരുന്ന് അതിന്റെ ഗുണം നമുക്ക് കിട്ടത്തില്ലെന്നുള്ളത് നമുക്ക് നല്ലോണം ബോധ്യമുണ്ട്. അപ്പൊ അത് ഞാൻ കുടുംബത്തിൽ തന്നെ പറഞ്ഞു, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. പക്ഷെ പിള്ളേർ ഉപയോഗിച്ചപ്പോ പിള്ളേർക്ക് മനസ്സിലായി ഇത് സ്ഥിരം ഇങ്ങനെ കുറെ കഴിക്കുവാണെങ്കിൽ ഇതിനകത്ത് നല്ല ഒരു എനർജി കിട്ടും എന്നുള്ളത് പിള്ളേർ മനസ്സിലാക്കി. എന്ന് വെച്ചാൽ എന്റെ അവന് നല്ല അലർജി ആയിരുന്നു. അലർജി എന്ന് വെച്ചാൽ അവന് രാവിലെ എഴുന്നേറ്റ ഭയങ്കര തുമ്മലും ചീറ്റലും ഇങ്ങനെ ഭയങ്കര കുറെ പ്രശ്നങ്ങളാണ്. പക്ഷെ AC-ക്കകത്തിരുന്നാണ് ജോലി ചെയ്യുന്ന, ആ AC-ക്കകത്തൊക്കെ ഇരിക്കുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞു, മമ്മി എനിക്ക് മരുന്ന് വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് അവന് ഇവിടെ വന്ന സമയത്ത് അവൻ തന്നെ പോയി കമ്പത്ത് പോയി ID ഇട്ടിട്ട് അവൻ തന്നെ അതിനകത്ത് എന്തൊക്കെയാ മരുന്ന് ഞാൻ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്ത് അതുപോലെ തന്നെ അവന് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം എടുത്ത് അലർജിക്കുള്ള എല്ലാ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് വന്നു അവൻ കഴിച്ചു. ഇപ്പൊ അവന് നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ മൂത്താള് എന്ത് ചെയ്താലും ഈ പ്രോഡക്റ്റ് തൊടത്തില്ലായിരുന്നു. അവൻ വെളിയിലാണ്, ദുബായിലാണ്. പക്ഷെ അതുപോലെ ചെറുക്കൻ വന്നപ്പോ അവന് ഭയങ്കര ശരീരം ഉണ്ട്, വയറെല്ലാം ചാടി ഇരുന്നുള്ള പണിയായതുകൊണ്ട് അവനും അതുപോലെ തന്നെയാണ്. അപ്പം അവനെ ഞങ്ങൾ പിടിച്ചിരുത്തി അതിന്റെ പേരിൽ വീട്ടിൽ വഴക്ക് പോലും ഉണ്ടാക്കി അടിയും പിടിയും ഉണ്ടാകുന്ന രീതി പോലും വന്നിട്ടുണ്ട് ഈ മരുന്നുമായി പേര് പറഞ്ഞ്. അപ്പൊ എന്നിട്ട് പോലും അവൻ ആ വെൽകാർഡ് ഇതെല്ലാം കഴിക്കുമായിരുന്നു. ഇപ്പൊ അവന് ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് കൊടുത്തുവിടാൻ പറയും.
ഇപ്പൊ വരുന്നവരുടെ അടുത്തെല്ലാം നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുത്തു വിടുന്നുണ്ട്. എന്നു വെച്ചാൽ അവന് എന്താണോ ആവശ്യം, പേസ്റ്റ്, പിന്നെ വെൽക്കാർഡ്, ഇങ്ങനെയെല്ലാം നമ്മൾ കൊടുത്തു വിടുന്നുണ്ട്. അവനും പലർക്കും അവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ മറ്റുള്ള നാടുകളിൽ നമ്മുടെ പ്രോഡക്റ്റ് ഉറപ്പായിട്ടും ഇത് ഉയർന്നു തന്നെ വരും. എന്ന് വെച്ചാൽ ഇത് അത്ര മഹത്വമായ പ്രോഡക്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, പിന്നെ എന്റെ ഈ റിസൾട്ട് കണ്ടോണ്ട് എന്റെ അടുത്ത് ഇപ്പൊ 4-5 ക്യാൻസർ പേഷ്യന്റ് അവർക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞ് എന്നോട് വന്ന് അവര് ചോദിച്ച് മേടിച്ചോണ്ട് പോയവരും ഉണ്ട്. ബാംഗ്ലൂരിലൊക്കെ നമ്മൾ അതിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഔട്ട്ലൈറ്റ് എല്ലാം പറഞ്ഞു കൊടുത്ത് ഇന്ന പ്രോഡക്റ്റ് എടുത്ത് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് അത് കഴിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ കൊടൈക്കാനല്, പിന്നെ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അവരിപ്പോ ട്രീറ്റ്മെന്റിലാണ്. അവര് മധുരയിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുക. പക്ഷെ ഞാൻ അന്നേരം അവരോട് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇത് കഴിക്കുന്നത് നല്ലതാ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും എന്റെ റിസൾട്ട് കണ്ടോണ്ട് തന്നെ നിങ്ങൾ എന്താണ് കഴിച്ച, ഇപ്പം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പലർക്കും നേരത്തെ ഒരുമാതിരിയുള്ള ഒരു ഇതൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ കൂടെ ഉള്ള പലരും കുഴപ്പമില്ലല്ലോ ചാർലി ഇത്ര ഇതാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ലില്ലിക്കുട്ടി മേഡം ഒക്കെ എന്റെ വോയിസ് മെസ്സേജ് എടുത്ത് ഗ്രൂപ്പിലൊക്കെ ഇവിടെ വേറെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് നമ്മളെ ഇന്ന് നാളെ ആണേലും നമ്മൾ മരണത്തിലേക്ക് പോകുന്ന ഒരു ഇതാണേലും നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ളത് ഉറപ്പ് തന്നെ. എന്നുവെച്ചാൽ എന്റെ ഒരു റിസൾട്ട് വെച്ച് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. എന്നാൽ മറ്റുള്ളവർക്ക് കാട്ടില്